Teta. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സ്വാസിലാൻഡിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി നമ്മൾ പരമാവധി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ നമ്മുടെ സൈത്തേട്ടൻ്റെ കൂടെ വന്നിട്ട് സൈത്തേട്ടാണല്ലേ പവറല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സൈത്തേട്ടൻ്റെ കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് പുറത്തേക്ക്. ഒപ്പം തന്നെ ദീപ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ദീപ ചേച്ചി വർക്കിനായിട്ട് പോയിരിക്കുന്നത്. സൈത്തേട്ടൻ എന്ന് പറയുമ്പോൾ സൈത്തേട്ടൻ ഒരു ഡോക്ടറാണ്. ഹലോ, പവർഫുൾ ഡോക്ടറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു ഹോയ്സ് അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത് സൈതാരൻ തന്നെ പറഞ്ഞോ. ഹലോ, ഇത് ഇന്ന് നമ്മൾ ഇവിടെ പോണത് ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇൻ ടു എസ്വാട്ടിനി, മിസ് രാധാജി വെങ്കട്ടരാമൻ. അവരുടെ വീട്ടിലെ പുള്ളിക്കാരത്തി നമ്മളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി മിസ്റ്റർ സാന്റോസിന് ലക്കി ആക്ച്വലി പുള്ളിക്കാരത്തി അങ്ങനെ ഒന്നും ആരും വിളിക്കാറില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സാന്റോസ് ഒരു ചെറിയ ഇന്റർവ്യൂ എന്തൊക്കെ ഇവർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് അവർ ലഞ്ചും ആക്കിയിട്ട് ലഞ്ച് ഓഫർ. ഓക്കെ. അപ്പോൾ എന്തോ ഒരു ഭാഗ്യം നമ്മുടെ എൻ്റെയും നിങ്ങളുടെ കൂടെ ഒക്കെ എല്ലാവരും ഒപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ രാധാജിയുടെ വീട്ടിലേക്ക് പോകാം. രാധാജിയുടെ വീട് നിൽക്കുന്നത് വലിയൊരു ആംബിയൻസ് ആണ്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ മേലെ ഈ റോഡിൻ്റെ മേലെയാണ് രാധാജിയുടെ വീട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റാ രാധാജി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണ്ടാവില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങും. ഓ, വീട്ടിൽ തന്നെ ഫ്ലാഗ് അല്ലേ? വീട്ടിൽ തന്നെ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് രാധാജി. അമ്മ നല്ല ആംബിയൻസ് ആണല്ലോ വീടിൻ്റെ അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാടാ രാധാജിയുടെ വീട്. സ്വാസിലാൻഡ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ കേട്ടോ. XUV 500 എടുക്കണം. ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും വണ്ടി. അങ്ങനെ രാധാജിയുടെ ഇന്ത്യ ഹൈ കമ്മീഷണർ വിളിക്കും. രാധാജിന്ന് വിളിക്കില്ല ഇവർ. രാധാജിന്ന് വിളിച്ചിട്ട് ഞാൻ രാധാജിന്ന് വിളിക്കണം. അപ്പോൾ ഇന്ത്യ ഹൈ കമ്മീഷണർ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വപ്ന ലോകത്താണോ സ്വർഗ്ഗലോകത്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പോവാനാ. ഹെവി ആംബിയൻസിൽ വീട് നിൽക്കണ. ഈ മലയുടെ മുകളിൽ ഒരു റെഡ് ഡിഷ് കൊടുത്തിരിക്കണ്ട. ഹെവി ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഹെവിയിട്ട് നോക്കിയാൽ ഇന്ത്യൻ ഫ്ലാഗുണ്ട്. ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ മംബാനി ഇവരുടെ സ്ഥലത്തിൻ്റെ പേരാണ്. എന്താ റെസിഡൻസ് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത വഴിക്ക് അവക്കാടോ എന്ന് പറഞ്ഞ കാണാം. ഫുൾ അവക്കാടോ ഉണ്ടായിരുന്നു കട. ഇവിടുത്തെ സ്പെഷ്യലാണ് അവക്കാടോ. വേണ്ട അവക്കാടോ ഉണ്ടായിരുന്നുണ്ടോ? ഫുൾ അവക്കാടോ കേട്ടോ. അധികം മുകളിലേക്കൊന്നും കൊണ്ടുപോകണ്ട. അത് എവിടെ ഉണ്ട് അവക്കാടോ ഉണ്ടായിക്കണമെങ്കിൽ. അമ്മ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വില വെച്ചിട്ടാ. ഓക്കെ, ഇത് കാർ പാർക്കിങ് മുകളിലെ വീട് കേട്ടോ. വീട് നിൽക്കണത് രക്ഷയില്ലല്ലേ? ഇവിടെ നോക്കിയൊക്കെ അടിപൊളി. ഇത്ര സ്റ്റാഫ് കേട്ടോ. അങ്ങനെ നമ്മൾ മേഡത്തിൻ്റെ വീടിൻ്റെ അകത്ത് കയറി മേഡോട് സംസാരിച്ചു. ഭയങ്കര പീസ്ഫുള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് മേഡത്തിൻ്റെ സംസാരം കേൾക്കാനായിട്ട്. അപ്പോൾ നിങ്ങളോട് ക്ഷണിക്കണം. നമുക്ക് പോയിട്ട് മേഡത്തിനോട് നമ്മുടേതായ കുറച്ച് ക്വസ്റ്റ്യൻസും സംഭവങ്ങളൊക്കെ മേഡത്തോട് ചോദിക്കാം. അപ്പോൾ മേഡത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പം നമ്മുടെ വീട് പോലെ നമ്മൾ കയറി ചെല്ലാട്ടാ. ഇന്ത്യ ഹൈ കമ്മീഷണർ വീടാന്ന് മാത്രം. ഹലോ മാഡം. ഹലോ, വെൽക്കം ടു മൈ ഹോം. താങ്ക് യു. ഹലോ, നമസ്കാരം. നമസ്കാരം. മലയാളം അറിയില്ലെങ്കിലും മനസ്സിലാവും. ഓക്കെ. മാഡത്തിൻ്റെ ഫുൾ നെയിം? രാധാ വെങ്കട്ടരാമൻ. ഓക്കെ. മാഡം എത്ര വർഷമായി ഇന്ത്യ ഹൈ കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്നു? I came to Eswatini in the August of 2019 to establish a new High Commission here. Before I came, the High Commission of India in Maputo used to be accredited to Eswatini. But after I came here, I have established a resident High Commission here. എത്രാമത്തെ രാജ്യം ശരിക്കും എസ്വാത്തിനി? Eswatini it's a beautiful country. It's a beautiful kingdom, as you can see. It is naturally beautiful. The people are very friendly. People are very nice, and they are very cooperative with me also. They help me a lot in establishing my office here. Everyone speaks English very fluently here. Same like South Africa. Yes. So it is easy for us. We don't need anybody's help. We can on our own connect with the people here and talk to them and get our work done. So it has been a very good experience for me.
I have become the High Commissioner for the first time. So it is everything is new, everything is novel for me, and the help has been very, very forthcoming, and I'm very grateful for that. Okay. എത്ര ഇന്ത്യക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര പേരുണ്ട് ഇവിടെ? There are around perhaps 1,000 Indians who are here. Okay. They are floating. They come and go. There are some working here. Business Mostly business people. Okay. Most of the Indians here are from Gujarat. Okay. Most are from the Muslim community. There is a very small Hindu community here. Okay. Here too you have a few South Indians also, a few from Kerala also. So I have വളരെ കുറവുള്ളൂ കേരളം. Yes, a few people. They are most of them are professionals. The ones who are from Kerala, doctors, engineers, and environmental scientists, and people like that. So they have also been very helpful to me, the Indian community. Okay. There are around 500 people from Indian origin, who hold Swazi nationality now. Oh, nationality. Yeah, Okay. and they are living in Eswatini for nearly 3 decades, 4 decades they have been here. Okay. Most of them are into business only. Okay. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം നമ്മുടെ ദലൈലാമയുടെ കൂടെ ഞാനിവിടെ വന്നപ്പോൾ അതിനെ പറ്റിയിട്ട് അറിഞ്ഞത് ദലൈലാമയുടെ കൂടെ 2 വർഷത്തോളം വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് മാഡം? I would say that was the highlight of my career in the Foreign Ministry in India. Okay. I became the liaison officer to His Holiness the Dalai Lama, who has always had a liaison officer from our ministry from 1959 when he came to India for asylum. Okay. He lives in Dharamsala in Himachal Pradesh. Dharamsala. Yes. Okay. I was posted there for a little over 2 years. I'm very proud that I'm the first woman to play the role of the First liaison woman. officer. Okay. And I was very, very, very different for me. The work was very different for me. Yeah. But I was able to establish a very good rapport with the Tibetan community in exile, and also with His Holiness. I learnt a lot about Buddhism. What's experience? Yes. Buddhism, as you know, one of the ancient religions of India. Yeah. But most Indians don't know much about Buddhism now. Yeah. But my time with His Holiness was very fruitful for me to learn about Buddhism. Okay. Straight from the master, because he is known as the living Buddha. So I used to attend his sermons. I was traveling with him all over India. All over India travel ചെയ്തിട്ടുണ്ട്. Yes. I got the chance to see incredible India in the company of His Holiness. Okay. Because I was representing the central government, and he was going to a state. Okay. So I was there to ensure that the state government gives him the facilities required during the visit, Okay. that everything goes smoothly. So I was representing the central government when I was visiting with him. Okay. And the places I went to in India really showed me how incredible India is. And I'm grateful that I got the chance to see India in the company of His Holiness. I went to many places where I have never been before. Okay. I went to Ladakh, I went to Kargil, I went to Zanskar. Very lucky you. Yes, very, very much so. Okay. Many people in India don't know about Eswatini. It is a hidden treasure, I would call it. നമ്മുടെ ആൾക്കാർക്ക് സ്വാസിലാൻഡ് എന്ന് പറയുമ്പോഴാണ് കൂടുതലും അറിയുന്ന ആൾക്കാർക്ക് അതറിയാം. ഇപ്പൊ ലേറ്റസ്റ്റ് നെയിം അല്ലേ സ്വാതി? That is true for everybody. Swaziland was the name of the country. Okay. But Eswatini is the original name. Swaziland was given to us by the colonizing powers. But Eswatini is the original name of the country. And it has, people are coming to know about it now. And it's a hidden treasure in this area, the southern African area. There are very few tourists coming here. Indians who come here are also not coming for tourism. They are basically coming here to work. But I would encourage, I think your program is going to be very useful for Eswatini, for people to come to know how beautiful it is, what are the facilities available to a tourist here. So anybody who is coming to South Africa
would also come forward and visit Eswatini, which will be very good for the tourism. Easy to get visa from South Africa yes, also. Yeah. Yes, it is on arrival visa is also being anticipated. They are also working towards e-visa for Eswatini, Oh, what do you which will happen soon. Okay. So otherwise, if you come to South Africa from Johannesburg, it is easy for you to get visa for. It is processed on the same day, I'm told. Okay. So it is easy for you to visit Eswatini. I get one day visa. Yes. Okay. 3 months multiply. Yes. So it is not difficult for you to get visa for here, and the country is working towards facilitating more and more tourists to come because they want to improve the tourist industry. Okay. So through this your video, I would like to tell everybody in India that Eswatini is worth visiting. So please come. ഓക്കെ താങ്ക് യു. അപ്പോൾ മാഡം നമുക്ക് ഇന്ന് ഒരു ലഞ്ച് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ചും കഴിച്ച് നമ്മൾ അടുത്ത കണ്ടന്റിലേക്ക് പോകണം. ഞങ്ങൾ ഇന്നൊരു ഗ്ലാസ് കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണല്ലോ. അതിന് മുതൽ ദലൈലാമയുടെ കൂടെയുള്ള ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റും. Please. സൈത്തേട്ടൻ പവറാട്ടാ. ഫുൾ ചിത്രങ്ങളുണ്ടോ ഗാന്ധിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദലൈലാമയുടെ കൂടെ മാഡം നിൽക്കുന്ന ഫോട്ടോട്ടാ. അന്ന് ഇത്തിരി വണ്ണുണ്ടായിരുന്നോണല്ലേ ഒത്തിരി മുമ്പ്. ഓക്കെ ഓക്കെ. ഇത് അച്ഛനാണോ? Yes. ഓക്കെ ഓക്കെ. That's my father. ഓക്കെ. ഇത് ഗ്ലാസിന്റെ ഈ ഐറ്റംസ് കൂടെ. This is where you are going. ഓക്കെ. This is the factory you are going to see. ഗ്ലാസ് ഫാക്ടറി. It is very famous here because it recycles glass and then creates these animals. ഓക്കെ ഓക്കെ. So it's worth visiting the factory. എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. Yes. ഓക്കെ താങ്ക് യു. വാഴയിലെ ഫുഡ്. അപ്പോൾ നമ്മൾ മാഡത്തിൻ്റെ അവിടുത്തെ ഭക്ഷണം കഴിക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വാഴയില കഴിക്കാൻ പോകണത് കേട്ടോ. ഇത് മാഡത്തിൻ്റെ സിസ്റ്റർ ആണല്ലേ? ഓക്കെ. യുവർ നെയിം? Hello, I'm Meenakshi. മീനാക്ഷി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കുക്ക് നമ്മുടെ ഇന്ത്യക്കാരനാണ്, ഹിമാചൽ പ്രദേശ്. യുവർ നെയിം? संजीव कुमार. സഞ്ജീവ് കുമാർ. ഓക്കെ ഓക്കെ. അപ്പോൾ അതായത് നമുക്ക് കണ്ട ഇലയിൽ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോണത്. ഇത് അച്ചാറ് അല്ലേ? അച്ചാറ്, റൈസ്, സാമ്പാർ, രസം. ആഹാ, ചെന്നൈ സ്റ്റൈല്. ഉപ്പേരി, തൈര്, പിന്നെ പപ്പടം കേട്ടോ. അപ്പം എന്തായാലും അടിപൊളിയുണ്ട്. അപ്പം ഞങ്ങളിനി നീട്ടില്ല, കഴിക്കാൻ പോവാം. കഴിക്കല്ലേ നമുക്ക്? മാസ്ക് കഴിക്കാൻ പറ്റുമോ? സോറി, നമ്മളിപ്പോ ഇതാ ഈ കേരള ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിക്കാൻ പോണ്. ഇത് നമ്മുടെ ഹൈ കമ്മീഷണർ, ഇറ്റ് വാസ് നൈസ് ഓഫ് ഹർ ടു ഇൻവൈറ്റ് us for lunch. നമ്മളിപ്പോ ഇത് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഫാക്ടറിയിലോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിച്ച് നല്ല ഉഗ്രം ഭക്ഷണം, നല്ല സൗത്ത് ഇന്ത്യൻ ഭക്ഷണം. അതിനുള്ള ഫുഡ് നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ്. സാമ്പാർ ഒരു നോർത്ത് ഇന്ത്യൻ കുക്ക് ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത കാലം ഇങ്ങനത്തെ ഒരു ടേസ്റ്റി ഫുഡ് കഴിച്ചിട്ട്. നല്ല സാമ്പാർ, നല്ല ചെന്നൈ രസം, പിന്നെ ഒരു എക്സലൻസി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഹൈ കമ്മീഷണർ നമുക്ക് വിളമ്പി തരാം. അത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മള് സന്തോഷം കൊണ്ട് പൈസക്കൊന്നല്ല, അതിന് മേലെ ഒരു സുഖം എന്ന് പറയില്ലേ, അതൊരു പ്രത്യേക സന്തോഷമായി നമ്മുടെ ജീവിതത്തിൽ. നമുക്കൊരു ഹൈ കമ്മീഷണർ ചോറ് വിളമ്പി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പിന്നെ പുള്ളിക്കാരത്തിയുടെ ആ ഒരു സിംപ്ലിസിറ്റി ഭയങ്കര രസമാണ്. പുള്ളിക്കാരത്തിയുടെ ഇത്ര വലിയൊരു ഹെവി പൊസിഷനിലിരിക്കുന്ന ആളാണെന്നില്ല. നമ്മൾ ഒഫീഷ്യലല്ല ചെന്നത്, നമ്മൾ വീട്ടിലേക്ക് ചെന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ട്രീറ്റ് ചെയ്തല്ലോ, അവര് നന്നായിട്ട് നല്ല ട്രീറ്റ് ചെയ്തു. നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴായാലും ഏതെങ്കിലും രാജ്യങ്ങളിൽ നമ്മൾ സാംബിയയിൽ നമ്മൾ ഹൈ കമ്മീഷണർ ട്രീറ്റ് ചെയ്ത പോലെ തന്നെ അതിനേക്കാളും മേലുള്ള ഓഫറുകൾ നമുക്ക് മാഡം വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഇനി നമ്മൾ അവിടുന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്, നമ്മൾ ഈ വാട്സപ്പിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ളതില്ല, ഒരാൾ കുറച്ച് ഒരു ഉണ്ട പിടിച്ച് പോകണു, അതിനെ ഷേപ്പ് ചെയ്യും, ഗ്ലാസ് ആയിട്ട് ഷേപ്പ് ചെയ്യണം. കുതിരയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ ആനയുടെ ഷേപ്പിലൊക്കെ ഗ്ലാസ് ആയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യണ സംഭവം, അതിന്റെ സ്ഥലത്തേക്ക്, അങ്ങനത്തെ സ്ഥലത്തേക്ക്. അപ്പോൾ റീസൈക്കിൾഡ് ഗ്ലാസ് അവർ യൂസ് ചെയ്യണം. റീസൈക്കിൾഡ് മേക്കിംഗ് ഈ പഴയ ബോട്ടിലിന്റെ അത് എടുത്തിട്ട് അതൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു NGO
അവർ ഇതൊക്കെ കളക്ട് ചെയ്യും. ഈ റെസ്റ്റോറൻറ്റ്സും അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവർക്ക് പോയി കൊടുക്കും. പിന്നെ ഇവരത് ഉണ്ടാക്കും. അവര് അതിന്റെ സ്പെഷ്യലായിട്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗി. ഇപ്പൊ മാഡത്തിന്റെ വീട്ടിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഞങ്ങൾ ഇന്നലെ പോയിരുന്നു, പക്ഷെ അവിടെ ക്ലോസ് ആയാൽ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെന്തായാലും ആ ഗ്ലാസ് ഫാക്ടറിയിൽ പോയിട്ട് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണോ അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളൊക്കെ ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് കൊണ്ടുപോകാം. വേറെ റേഞ്ച് സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാസിലാൻഡ് ഭംഗി നിങ്ങൾ ഇന്നലെ കുറച്ചൊക്കെ നിങ്ങൾ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനിയും എപ്പിസോഡ് ചെയ്യാനുണ്ട്, പക്ഷേ നമുക്ക് സൗത്ത് ആഫ്രിക്കൻ വിസ തീരണ കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് സൗത്ത് ആഫ്രിക്കയിൽ കിടക്കണം. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാസിലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലം കുറേ ദൂരത്തേക്ക് പോയിട്ടുള്ള എപ്പിസോഡിലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മാഡം പറയണോ തിരിച്ച് വരാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും സ്വാസിലാൻഡിലേക്ക് വരും, പറയാൻ പറ്റില്ല. അപ്പോൾ എന്നാലും നമുക്ക് നല്ല വെയിൽ നല്ല ചൂട് നേരെ ഇനി ഗ്ലാസ് കമ്പനി പിടിക്കാം. അവിടെ അതിന് വലിയ ചൂട് കൊള്ളാൻ നമ്മൾ പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലാസ് കമ്പനിയിൽ എത്തിയിരിക്കട്ടോ. വിജനമായ പ്രദേശത്ത് കുറച്ച് കാർ പാർക്കിംഗ് കിട്ടിയിട്ട് ഇതിന് നമ്മൾ പറഞ്ഞ ഗ്ലാസ് കമ്പനി. ഇതിൽ തന്നെ കുറേ സംഭവം ഗ്ലാസ് ഷോപ്പുണ്ട്. നമ്മൾ ഇവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ നമുക്ക് മേടിക്കുകയും ചെയ്യാം. നമ്മൾ മാഡത്തിൻ്റെ അവിടെ കണ്ട പോലെ വലിയ ആനക്കുട്ടി അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ. വലിയൊരു ഉദ്യാനം കണ്ടല്ലേ. സന്തോഷേട്ടൻ പറയണ പോലെ വലിയൊരു ഉദ്യാനത്തിൻ്റെ ഇടയിൽ കൂടി ഞാൻ നടന്നു പോകുന്നു. എന്തായാലും നല്ലൊരു കണ്ടന്റ് ആവട്ടെ. നിങ്ങൾക്കൊരു സ്പെഷ്യൽ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവരുടെ മേക്കിംഗ് ഇവരുടെ സ്കില്ലുകൾ നമുക്ക് ശരിക്കും എടുക്കാം. അവരുടെ പ്രത്യേക സ്കില്ലുണ്ടല്ലോ അവർക്ക്. ആ സ്കില്ലൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഷോപ്പിൻ്റെ അകത്തേക്ക് കയറണം കേട്ടോ. കയറുമ്പോൾ തന്നെ മുതലേറെ റേഞ്ചിൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. വേറെ കാര്യം തുടങ്ങിയിട്ട് ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുകൊണ്ടാ വെറൈറ്റി സംഭവങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമ്മ കലക്കിയിട്ടത് അത് വെറൈറ്റി കണ്ടൻറ്റുകൾ കാണണമെങ്കിൽ ട്രാവലിസ്റ്റ് ചേട്ടാ. ഈശോ ഇരിക്കുന്നില്ലേട്ടോ അത് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെയാണ്. ഓക്കെ, വെറൈറ്റി സാധനങ്ങൾ നോക്കിയാൽ മെഴുകുതിരി സ്റ്റാൻഡ് കേട്ടാ. ആനയുടെ ഷേപ്പിൽ മെഴുകുതിരി സ്റ്റാൻഡ് അടിപൊളിയായില്ലേ, സൂപ്പർ. ആഹാ, പെൻഗിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാക്കിയ ഇതിൻ്റെ ഉള്ളിൽ വേറെ കളർ കൊടുത്തിരിക്കുക കേട്ടോ പെൻഗിൻ്റെ അകത്ത്. ആഹാ, അതെ നമ്മൾ മാഡത്തിൻ്റെ അവിടെ കണ്ട പോലത്തെ നമ്മുടെ ഗ്ലാസിൻ്റെ ഐറ്റംസ്. ഈശോ ജാതി വെയിറ്റ് ആട്ടോ മാൻ. ബിഗ് 5 ആണോ? ബിഗ് 5 ഗ്ലാസ്. എന്ത് ടൈമിൽ കാണാൻ ഗ്ലാസിൻ്റെ എല്ലാ വെറൈറ്റീസ്. ഇതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഓ, വേറെ ലോകട്ടാ നോക്കിയാ. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ മൊത്തം ആനയിലൊക്കെ ഫിനിഷിങ് ചെവിട് ഉണ്ടാക്കി നോക്കിയാൽ കണ്ട. ഈശോ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ചെവിട് പോവും. അത് വേറെ കേസ്. ഫുള്ള് ഗ്ലാസ്സിൽ ചെറുതും വലുതുമായ ആനയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ കാണ്ടാമൃഗം, പോത്ത്, എല്ലാ സംഭവം കേട്ടോ. ഇതെങ്ങനെയാണ് അവർ മേക്ക് ചെയ്തെടുക്കണത് നമുക്ക് നോക്കാം. എന്തായാലും അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ നമ്മൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വൈൻ ഗ്ലാസ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. വൈൻ ഗ്ലാസ്, ചായ ഗ്ലാസ്, മഗ്, ഓക്കെ, ചെറിയ മഗ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ. ഇത് റീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കണം. അതന്നെ വലിയൊരു ഇതിൻ്റെ വേറൊരു വലിയൊരു വശട്ടാണ്. റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കണേ. ഇതൊക്കെ നോക്കിയേ അമ്മ, സൂപ്പറായിട്ടല്ലേ. കാട്ടുപോത്തിൻ്റെ നല്ല ഗ്ലാസ് ഇട്ടാ. ഇതിൽ വൈൻ ഒഴിച്ച് കുടിക്കാന്ന് അങ്ങനത്തെ റേഞ്ചിൽ. സോ കയ്യിൽ നിന്ന് വേണ്ടി പൊട്ടി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇവരെങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവരുടെ ആ സ്കില്ല് എങ്ങനെ കാണാം. അതിൻ്റെ അകത്തേക്ക് വലിയൊരു ഫാക്ടറിയാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കണത് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫുള്ള് വലിയ ക്ലാസ്സുകളാണ്, 2 സ്റ്റൈലിൽ. അമ്മ ഇവിടെ ഇത്തിരി ഹാർഡായിട്ട്. ഇത് നോക്കിയാൽ തിമിംഗലത്തിൻ്റെ പാല നമ്മുടെ വൈൻ കുപ്പിയുടെ മുകളിൽ നമ്മൾ അടക്കില്ലേ, ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അടച്ചു വയ്ക്കുന്ന സാധനം. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുതലാളിയുടെ മകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറ്റാന്നുള്ളൊരു പെർമിഷൻ തന്നിരിക്കുന്നത് കേട്ടോ. ഹലോ. Hi, I'm Laura from Ingwenya Glass in Eswatini, and we blow 100% recycled glassware. Okay. Each product takes 10 to 12 people to produce. Oh, nice. Can you show me? Sure. Oh.
ഹലോ. ഫൈൻ ഫൈൻ യു. ഇതിനകത്ത് കയറട്ടോ നമ്മൾ. അയ്യോ വലിയൊരു സംഭവമാണല്ലോ അല്ലേ. വലിയൊരു സംഭവം കേട്ടോ. നമുക്ക് ഈ കുന്ന ആൾക്കാർ പണിയെടുക്കണ്ടോ. ഈശോ നല്ല ചൂടുണ്ട്. അയ്യോ നോക്കിയാ കണ്ണ് ബൾബാവുണ്ടടാ. വേറെ റേഞ്ച് കാഴ്ച നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടെ ടീം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് മാറി മാറി നിൽക്കാം. ഓക്കെ. ആഹാ വേറെ ആൾ കൊണ്ടുവന്നു. ആനനുണ്ട കേട്ടോ. രക്ഷയില്ലട്ടോ. വേറെ റേഞ്ചിട്ടാ. ആനയുടെ വായ തുറക്കണം കേട്ടോ അവര്. ഹെവി കണ്ടന്റ് കേട്ടോ. നമ്മൾ വാട്സപ്പിലും ഇതൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ മേക്കായിട്ട് വരും. നോക്കിയാ Yeah, 100% recycled glass. സൈക്കിൾ ക്ലാസ്. ഓക്കെ. This is not raw material. അതാണ് മെറ്റീരിയൽ കേട്ടോ. ഇങ്ങനത്തെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ആണോ പഴയ കുപ്പീരെ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള സാധനം അവർ റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഭയങ്കര സംഭവങ്ങളല്ലേ. ഇതൊക്കെ നോക്കിയാൽ ചൂടുണ്ട്. ഫുള്ള് പഴയ ഗ്ലാസ്സിൽ കേട്ടോ. ഫുൾ പഴയ ഗ്ലാസ്സിൽ വെച്ചിരിക്കണം. റീസൈക്കിളൊക്കെ ഉണ്ടോ. റീസൈക്കിൾ ചെയ്യുന്നുണ്ട് അവർ. ഫുള്ള് പഴയ ഗ്ലാസ്സിൽ വെച്ച് റീസൈക്കിൾ ചെയ്യട്ടോ. അത് കഴിഞ്ഞ് ഇവരിവിടെ ചൂടാക്കുന്നതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണോ. എത്ര ഡിഗ്രി ചൂടുണ്ടാവും നമുക്ക് ചോദിച്ചു നോക്കട്ടോ. മാഡം ഹൗ മെനി ഡിഗ്രി സെൽഷ്യസ് ഇൻസൈഡ്? Pardon? ഹൗ മെനി ഡിഗ്രി സെൽഷ്യസ് ഇൻസൈഡ്? 1,200 degrees Celsius. 1300. 200. 200. 1200 ഡിഗ്രി ചൂട്ടോടെ ഇത് ഉണ്ടാക്കണം കേട്ടോ. നോക്കിയേ അപ്പഴേക്ക് അവിടെ തോന്നുന്നുണ്ടോ. 1200 ഡിഗ്രിയിലാണ് ഈ സാധനം ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഗ്ലാസ് ചിന്തിക്കാൻ പറ്റും നമുക്ക്. ഗ്ലാസ്സിൽ പേപ്പർ നനയ്ക്കണു. അതിവിടെ മേക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. ഇവിടെ നോക്കിയാ ആനരച്ച് ഇവിടെ മടക്കണ. ഓക്കെ അതൊക്കെ ചെയ്തു. ആനരച്ച് ഇവിടെ മടക്കി പിടിക്കാടാ. ഓരോ ഉണ്ടാകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ടവര്. ഹലോ.
പേപ്പർ വെച്ചിട്ടുണ്ട് അവരത് വളയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ അവരത് ആ സാധനത്തോട് ഷേപ്പ് ആക്കണം. ചേട്ടാ അവിടെ ആന ഉണ്ടാക്കി കഴിഞ്ഞുട്ടാ. നല്ല കൊമ്പ്, വലിയ കൊമ്പൊക്കെ വെച്ച് ആന ഉണ്ടാക്കിണ്ട്. ഓ ഓ അതിനവിടെ ഉരുട്ടി ഷേപ്പ് ചെയ്യണവര്. ഇവിടെ ആനയുടെ വായ ചെവിടൊക്കെ ഉണ്ടാക്കാട്ടോ. നോക്കിയാ ചെവിടുണ്ടാക്കണത് ആനയുടെ. ഇതിന് വീണ്ടും അടുപ്പത്ത് കൊണ്ട് നോക്കിട്ടാ. ആയിരത്തി 200 ഡിഗ്രിയിലാണ് ആ സാധനം ചൂടാക്കണം. 1200 ഡിഗ്രിയിൽ. അത് ചൂടാക്കി, മൊത്തത്തിൽ ചൂടാക്കി ആനച്ചെവിടെ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നല്ല വേറെ റേഞ്ചിട്ടാ ചേട്ടാ. ഞാൻ മടക്കി നോക്കണോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ചേച്ചി അവിടെ കൊണ്ട് ഞാനയക്കോ. ആ ചേച്ചി അവിടെ കൊണ്ടുപോയിട്ട് അതിനൊന്ന് ചൂടാക്കും. So glass has to cool very slowly. Cool. So they got to make sure it doesn't cool too quickly, otherwise it cracks. So they're just reheating it to make sure they're all at the same temperature, and then it gets put in the oven and cooled down very slowly. ഇത് ഇവിടെ ഇപ്പോൾ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഫിനിഷ് കിട്ടും. അത് അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ ഓവണിൽ വെക്കുന്നു പറയണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചിനെ വർക്ക് ചെയ്യണ അതൊന്നും തൊടാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ അമ്മരുത്തെ ചൂടാണ് എന്നുള്ളത്. ഓ ഭയങ്കര ഹെവി എക്സ്പീരിയൻസ് തന്നെയാട്ടോ നമുക്ക്. ഓക്കെ ഇതാ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ വരിക. ഓക്കെ So when the products are finished, ഓക്കെ they come off the blowpipe all sharp and. ഒന്ന് ഷാർപ്പ് ചെയ്യണത്. Have you got one before? Do you have one for before? It's a 4 grinding. Okay. So it comes off the The grinding. This one going to grind. And then they grind it to make sure it's flat and straight. ഓ ഓ ആ വന്ന സാധനം അവർ തണുപ്പിച്ചിട്ട് ഇതാ ഗ്രൈൻഡ് ചെയ്യണണ്ട. ആഹാ കുറച്ച് വെള്ളം അതിൽ വന്നുകൊണ്ടിരിക്കണോ. വെള്ളം this raw material, where are you going to put this one? So we put the raw material, broken glass jars and bottles, straight into the furnace in the evening to heat up Evening. overnight. Yeah. Okay, okay. Today we can't see that one. Not right now, only in the evenings. That raw material അവർ ഒരു ഇതിൽ ഈവനിങ് തന്നെ ഇട്ടിട്ട് ബേൺ ചെയ്ത് അതിനെ തണുപ്പിച്ചെടുക്കും അല്ലേ. അത് പിറ്റേ ദിവസം അവർ ഉപയോഗിക്കും. ഓക്കെ ഫൈൻ. ഓക്കെ താങ്ക് യു.
യു ആർ സോ ക്യൂട്ട്. എൻ്റെ രണ്ടാമത്തെ ഇച്ചിരി ചായ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ഗ്ലാസ് ഉണ്ടാക്കണ ഒരു ഇത്. ആഹാ, ഇവിടെ ബേൺ ചെയ്ത് അവരിങ്ങനെ ബോക്സിലാക്കി വെക്കുകയാണ്. അതൊന്ന് ചൂടാക്കിയിട്ട് ഇവിടെ ബോക്സിലാക്കി വെക്കും. When the glass gets blown, this part is done in a mold. Okay. To make sure consistency. Oh. This happens. So this gets cut off Okay. like this, Okay. and it's ground. Oh, round. Okay, it's ground. Okay. On the grinding machine. This one going to cut this one. So we're gonna. ചേട്ടൻ്റെ ഫുൾ പവറിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകണമെന്നാടാ. ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അമ്മമാരുടെ ആനങ്ങൾ ഉണ്ടാക്കിനാടാ. ചിന്തിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, താങ്ക് യു. ആന ഉണ്ടാക്കണത് ചെവിടുണ്ടാക്കുന്നത് വേറെ ആള്. ഭയങ്കര കാഴ്ചയാണ് നമ്മൾ കണ്ട. താങ്ക് യു. സൂപ്പർ കാഴ്ച ചേട്ടാ. അപ്പോൾ ചേച്ചി നമ്മളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോണ്ട്. ചേച്ചി ഇൻട്രസ്റ്റഡായി വീഡിയോ കാണുമ്പോൾ. ചേച്ചി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോണ്ട് നമ്മളെ. ഓക്കെ. So. ഓ. To run our furnace, ഓക്കെ. we use 40% paraffin ഓ. because we need the heat. ആ. But 60% of it is old KFC and old fast food cooking oil. കുക്കിംഗ് ഫോയിൽ, ഓൾഡ് കോയിൽ. So all of this is full of oil, old oil. ഓക്കെ. 40% വാട്ട് യു പുട്ട്? 40% paraffin. പാരഫിൻ Paraffin is something like kerosene. കെറോസിൻ. ഓക്കെ. 40% പെറോഫിനും ബാക്കി 60% ഇവിടുത്തെ ഹോട്ടലുകളിലെ ബാക്കി വന്ന ഓയിൽ ഈ ഡ്രമ്മുകളിൽ ആക്കി വെച്ചിരിക്കുക. അവർ കളക്ട് ചെയ്യുന്നത് കേട്ടോ. ആ കളക്ട് ചെയ്ത ഓയിലാണ് അവർ അതിന് പ്രോസസ്സ് ചെയ്യണത്. കണ്ടോ ഈ ഗ്ലാസ്സുകൾ അവരുടെ ബിയർ പാർലറിൽ നിന്നും അവിടെ നിന്ന് തന്നെ ചില്ലിൻ്റെ ഗ്ലാസ്സുകൾ മൊത്തം അവർ ഇത് they break this one like this? Yeah, so we break them up. So we get them whole like that. Okay. We break it up and we rinse it. Okay. മുഴുവനായിട്ട് വരുന്ന കുപ്പീനെ അവർ ഇവിടെ ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ ആൾക്കാർ ഫുൾ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിന് ഉള്ളിലേക്ക് കൊണ്ടുവിട്ടാ. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം നല്ല കൗതുകമായ കാഴ്ച, ഒപ്പം തന്നെ ചിന്തിക്കാൻ പറ്റാത്ത കണ്ടന്റ് കേട്ടോ. എമ്മരത്തെ കണ്ടന്റ് നിങ്ങൾക്ക് തരണേ അല്ലേ? ഓക്കെ. Any glass that we cannot use, so window pane glass. Okay. Window pane glass and some of the colored glass, because we use mainly clear glass. Okay. We put it through our cruncher, which turns it back to sand. It cuts it all up at different angles, and we use it in brick making. So if you look at the bricks, they're shiny. And we, instead of using river sand, which messes up the environment, we use actual glass pieces. Okay. So essentially, we're turning glasses made from silica, which is sand. So essentially, we completing the cycle. Okay. Yeah, great. Nice. Glass, like especially these kind of Black glass, green. Okay. They put it into the crusher there. Okay. And then once it's crushed, and then they make it into that kind of a thing, and then it's used as a recycle for instead of sand and all that. Okay. So it's quite environmental friendly. അടിപൊളി. എമ്മരത്തെ കളിക്കണല്ലേ? ഓക്കെ. എന്തായാലും അത് മേക്ക് ചെയ്യുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? You liked it? അതെ. അപ്പോൾ അങ്ങനെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഭാഗ്യം ചെയ്യുന്ന ദിവസമാണ്. ഹൈ കമ്മീഷൻ കാണാൻ പറ്റി, പുള്ളിക്കാരത്തിലൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി. ഗ്ലാസ് കമ്പനി നമ്മൾ ഈ വാട്സപ്പിലും അതുപോലെ ഈ ട്രെൻഡിങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഗ്ലാസ് കമ്പനിയിൽ വന്നിട്ട് ഗ്ലാസിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്നത് കാണാനും പറ്റി. എന്തായാലും ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. It was a nice experience. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. Explaining to us everything in brief. She took her time. അതെ. And came and showed us everything. So thank you so much. താങ്ക് യു സോ മച്ച്. ഇൻ അവർ സബ്സ്ക്രൈബേഴ്സ് ഓൾസോ താങ്ക്ഫുൾ ഫോർ യു. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാസിലാൻഡിലത്തെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ചിന്തിക്കാൻ പറ്റാത്ത യാത്രയിലേക്ക് കിടക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ സ്വാസിലാൻഡിൻ്റെ അവസാനത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്വാസിലാൻഡ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്പെഷ്യൽ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ പവർ വരട്ടെ. Power? വരട്ടെ. Verite. വരട്ടെ. Power veriteta. അത്രയുള്ളോ? പവർ വരൂട്ടാ.